നളു നളു കബി എന്റെ ചക്കരയുടെ തലവേദന മാറിയോ? ഞാൻ ഫുഡ് കൊടുത്തിട്ട് വാ കഴിക്കാം. നല്ല ഫോമിലാണല്ലോ. പിന്നെ ആ പ്രശ്നം ആ ബ്രായുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിച്ച ശേഷം ഫാമിലി ഡിസ്കഷൻ വെക്കുന്നു. എല്ലാം സോൾവ് ആവും. കമോൺ കമോൺ ഡിയർ കമോൺ. ഇന്ന് രാത്രി നളു നീ സംഭവട്ടോ, നീ സുന്ദരയാണ്, സുശീലയാണ്, സുഭാഷിണിയാണ്. മോളെ അമ്മയ്ക്ക് ചില്ലി ചിക്കൻ, നല്ല ഫ്രഷ് ചില്ലി ചിക്കൻ, ചിക്കൻ ഫ്രൈഡ് റൈസ്. ഞാൻ ഇതിന്റെ ചാക്കരക്ക് ഇത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള ഹസ്ബൻഡിനെ കിട്ടിയത് അമ്മയുടെ ഭാഗ്യമല്ലേ? പറഞ്ഞു കൊടുക്ക് മക്കളെ. കള്ളു കുടിച്ചാൽ മാത്രം വരുന്ന ഒരു പ്രത്യേക തരം റൊമാൻസ് ആണ് ഇതേ. എന്റെ മാലാകമാരൊക്കെ ഇവ സൂപ്പർ ഹീറോ. ഞാൻ വാരിത്തരാം. നിങ്ങൾ വെക്കവിടെ കഴിക്കൂടിയ നമ്മുടെ ഫാമിലി ഡിസ്കഷൻ. നിങ്ങൾക്ക് അച്ഛനെ ചങ്ങനാശ്ശേരിയിലുള്ള വീട്ടിൽ നമ്മൾ താമസിച്ചത് ഓർമ്മയുണ്ടോ? ഫോട്ടോസ് കണ്ടതും കഥകൾ കേട്ടതും റിയൽ ഓർമ്മകളാണോ എന്ന് അറിഞ്ഞൂടാ. ഏതാണ്ടൊക്കെ ഓർമ്മയുണ്ട്. എനിക്കൊന്നും ഓർമ്മയില്ല. ഒരു പശു ഉണ്ടായിരുന്നല്ലോ അവിടെ, അത് മാത്രം ഓർമ്മയില്ല. ഒന്നൊന്നുമല്ല, തൊഴുത്ത് നിറയുണ്ടായിരുന്നു. ഒരിക്കൽ നിന്നെ ഒരു പശു കുത്താൻ ഓടിച്ചിട്ടുണ്ട്. അതാ നിനക്ക് ഇത്ര ഓർമ്മ. ഭയങ്കര സൂപ്പറായിരുന്നു അന്നത്തെ ലൈഫ്. ആ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഈ ഫ്ലാറ്റിലെ പോലെ 10-20 സെൻറ്റ് സ്ഥലമൊന്നുമല്ല, ഫുൾ നാടും നമ്മുടെ സ്വന്തം. എനിക്ക് വലിയൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പും ഉണ്ടായിരുന്നു. ആറ്റിൽ നീന്താനും ഷട്ടിൽ കളിക്കാനും വായനശാലയിലെ പരിപാടികളും. ഇറ്റ് വാസ് സംതിങ് എൽസ്. ചേച്ചി ഇങ്ങനെയൊന്നുമല്ലല്ലോ പണ്ട് പറഞ്ഞത്. ഫുൾ ട്രോമയായിരുന്നു എന്നല്ലേ? ട്രോമയൊക്കെ അത് പിന്നെയാ. അതിന്റെ കാരണമാണ് ഞാനിപ്പോ പറയുന്നത്. ഓക്കെ, ഞാനില്ല, ഞാൻ പോയി കിടക്കുക. ആലോചിക്കാൻ കൂടവായി അന്നത്തെ കാര്യങ്ങളൊക്കെ. ഇരിക്കമ്മേ. ഞാൻ അമ്മയെ ബ്ലെയിം ചെയ്യത്തില്ല. അമ്മ ആക്ച്വലി അന്ന് സൂപ്പർ ആയിരുന്നു. എൻ്റെ ഒരു കാര്യത്തിലും ഇന്റർഫിയർ ചെയ്യാറില്ല. ഫുൾ ഫ്രീഡം. അങ്ങനെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഒന്നാമത് സമയമില്ല. പശുവിനെയും ആ വീട്ടിലെ ആൾക്കാരും ഒക്കെ ഞാനും അച്ഛമ്മയും കൂടെ വേണ്ട തീറ്റിപ്പോറ്റാൻ. പിന്നെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ നാട്ടിൽ ഞാനും അങ്ങനെയൊക്കെ തന്നെയല്ലേ വളർന്നത്. ഞാനേ അന്നൊരു സൂപ്പർ ബാഡ്മിൻ്റൺ പ്ലെയർ ആയിരുന്നു. പിന്നെ ചേട്ടന്മാരെ വരെ ഞാൻ നീന്തി തോപ്പിക്കും. ഒരു ദിവസം ഇതുപോലെ തന്നെ ബാഡ്മിൻ്റനൊക്കെ കളിച്ചിട്ട് അടിച്ചു പൊളിച്ച് തിരിച്ചു വരുമ്പോൾ വീടിന് മുമ്പിൽ വലിയൊരു സമ്മേളനം. എല്ലാവരും ഉണ്ട്. ദേവിച്ചിറ്റ, അമ്മ, അച്ഛമ്മ, സുഷ്മ ചിറ്റ. ഞാനൊന്നും അറിയാതെ ഇങ്ങനെ കയറി വരുമ്പോൾ അമ്മ ഉടനെ മേലാൽ ഊരിത്തണ്ടി നടക്കരുതെന്ന് പറഞ്ഞ് എന്നെ കുറേ തല്ലി. അന്ന് ബാഡ്മിൻ്റൺ കളിക്കുന്ന സ്ഥലത്ത് ദേവി എന്തോ ഒരു കാര്യത്തിന് പോയതാ. നിന്നെ അവിടുത്തെ ചെക്കന്മാരെന്തൊക്കെയോ വേണ്ടാത്ത പറയുന്നത് കേട്ടെന്ന് എല്ലാവരും കൂടെ എന്നെ കുറേ ചീത്ത പറഞ്ഞു. നമ്മുടെ വീട്ടിലെ കൊച്ചിനെ കുറിച്ച് എങ്ങനെയാ പറയാന്ന് പറഞ്ഞു. എനിക്ക് പിള്ളേരെ നോക്കാൻ അറിയില്ല, ശ്രദ്ധ ഇല്ല എന്നൊക്കെ പറഞ്ഞ്. എന്ത് കമന്റ്സ് ആളുകൾ പറഞ്ഞേ? അത് സ്ഥിരമാണെങ്കിൽ പറയുന്ന ബോഡി പാർട്സിനെ കുറിച്ചുള്ള കോമൻസ്, എൻ്റെ സൈസിനെ കുറിച്ചുള്ള കോമൻസ്, ഞാൻ ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ ചാടുമ്പോൾ കൂടെ എന്തൊക്കെയോ ചാടുന്നു പോലുള്ള കോമൻസ്. ആൻഡ് ഇഫ് യു റിമെമ്പർ, എനിക്കപ്പോൾ ഒരു 12-13 വയസ്സേ ആയിട്ടുള്ളൂ. ആ കാര്യത്തിൽ ഇന്നും ഒരു മാറ്റം വന്നിട്ടില്ല. കോമൻസിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ സെയിം ആണ്. ആ സമയത്ത് വഴിയിൽ നടക്കുമ്പോൾ കോമൻസ് പറയും, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമൻസ് പറയുന്നു. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഗുഡ്. പക്ഷെ അതിൽ പ്രൗഡ് ആവാനൊന്നുമില്ല. ദാറ്റ്സ് ലൈക്ക് ബേസിക്. അമ്മ വഴക്ക് പറയും, അടിക്കുമെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ തമ്മിൽ ഇറ്റ് വാസ് ലൈക്ക് World War III. എൻ്റെ ആറ്റിലെ നീന്തലും ബാഡ്മിൻ്റൺ കളിയും എല്ലാം നിർത്തി.
എൻ്റെ ഡ്രസ്സിങ് ആയിരുന്നു എല്ലാവരുടെയും ഫേവറേറ്റ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. പിന്നെ എൻ്റെ ബോഡി സൈസിനെ കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും കോമഡി ആയിട്ടും സീരിയസ് ആയിട്ടും എല്ലാവരുടെയും ഒരു ക്രിയേറ്റീവായിട്ടൊരു അഭിപ്രായവും. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അഡോൾസൻസ് ഹോർമോണൽ ചേഞ്ചസ്, ദ പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഞാനും അന്ന് ചെറുതല്ലായിരുന്നോ? അച്ഛനും ബോംബെയിലായിരുന്നു ജോലി. ഇതൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ചുറ്റും നടന്ന് ഉപദേശിക്കാൻ 100 പേരും. എനിക്കും ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ ബോഡി പെട്ടെന്ന് ചേഞ്ചായി. കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ ബോഡീനെ കുറിച്ച് ദേഷ്യം, ഇൻസെക്യൂരിറ്റീസ്, ഡിസ്കംഫർട്ട് എനിക്ക് എക്സ്പ്ലെയിൻ പോലും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് കൂടുതലുള്ള സാധനം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു ടെൻഷൻ. ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ടൈറ്റായി കെട്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. വൈകുന്നേരമായി തുടങ്ങുമ്പോൾ എനിക്ക് പെയിനൊക്കെ വരാൻ തുടങ്ങും. റെഡാവും ഫുൾ ബോഡി. സ്ലോലി ഇത് എൻ്റെ മാർക്സിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ റൂമിൽ തന്നെയായിരുന്നു. ഐ വുഡ് നോട്ട് ലീവ് ദ റൂം. ബട്ട് താങ്ക്ഫുള്ളി ആ സമയത്ത് അച്ഛന് ട്രാൻസ്ഫർ കിട്ടി കൊച്ചിയിലോട്ട്. കൊച്ചിയിലെത്തി പുതിയ സ്ഥലവും സ്കൂളും ഒക്കെ ആയിട്ട് ഇവൾക്ക് ചെറിയ മാറ്റം ഉണ്ടായി. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് സ്ട്രോങ് ആയി കണ്ടിന്യൂ ചെയ്തു. അനുവിൻ്റെ സ്കൂളിലൊരു ടീച്ചർ ആക്ച്വലി ഞങ്ങളെ നന്നായി ഹെൽപ്പ് ചെയ്തേ. ബ്രിജിഡ് റോക്കി മാം, യെസ്, എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. ആ ബ്രിഡ്ജിറ്റ് റോക്കി ഞങ്ങളുടെ ബയോളജി ടീച്ചറാ, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പൊള്ളി ടീച്ചറായിരുന്നു. മാം പൊളിയായിരുന്നു. സീൻ ഡ്രസ്സിങ്, അമേസിങ് ആറ്റിറ്റ്യൂഡ്. മാം നമ്മളെ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ മാം നിർബന്ധിച്ചിട്ടാണ് നമ്മൾ രണ്ടുപേരെയും കൗൺസിലിങ്ങിലോട്ട് വിട്ടത്. ലക്ലി നമ്മുടെ കൗൺസിലർ ഒരു നൈസ് മനുഷ്യനായിരുന്നു. അന്ന് തൊട്ട് ന്യൂ നളിനി 2.0 കുറേ എഫേർട്ട് ഇട്ടു രണ്ടുപേരും. ഇറ്റ് വാസ് നോട്ട് ഈസി അറ്റ് ഓൾ, ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. അതൊക്കെ മറന്നോ അമ്മ? മറക്കാൻ പറ്റുമോ അതൊക്കെ? പിന്നെ എന്തിനാണ് അമ്മ നമ്മൾ പഴയ അവസ്ഥയിലോട്ട് പോകുന്നത്? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ രണ്ടുപേരും ഓക്കെ ആയത്. ഞാൻ സഫർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് റിനും സഫർ ചെയ്യണം എന്നുണ്ടോ? ഞങ്ങൾക്ക് അമ്മ വേൾഡിലെ ബെസ്റ്റ് അമ്മയാണ്. അത് കറക്റ്റാ. അതുപോരെ ഈ മിനി ആൻറ്റിയുടെ ബുക്കിൽ ബെസ്റ്റ് അമ്മയായിട്ട് എന്താ കാര്യം? ഞാനിതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവാനാണ്. ബീങ് എ ടീനേജർ ഇസ് ട്രിക്കി. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി. കുറേ കൺഫ്യൂഷൻസും ഇൻസെക്യൂരിറ്റീസും ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും. പക്ഷേ യു ഡോണ്ട് ഹാവ് ടു സഫർ അലോൺ. യു ക്യാൻ ആസ്ക് ഫോർ അഡ്വൈസ്, ബട്ട് ഓൺലി വിത്ത് എ പ്രൊഫഷണൽ. ഓക്കെ അമ്മ, ഞാൻ മിനി ആൻറ്റിയോട് സംസാരിക്കണോ? ബിക്കോസ് ആരെന്ത് പറഞ്ഞാലും ഞാനൊന്നും ചേഞ്ച് ചെയ്യാൻ പോണില്ല. ഞാൻ എനിക്ക് കോൺഫിഡൻസും കംഫർട്ടുള്ള കാര്യങ്ങളേ ചെയ്യുള്ളൂ. വേണ്ട, ഞാൻ സംസാരിച്ചോളാം. ഞാനും മോളോട് സംസാരിച്ചിരുന്നു ഇന്നലെ മിനി പറഞ്ഞ കാര്യം. അതേതായാലും നന്നായി. മക്കൾ എത്ര വളർന്നാലുവേ അവരുടെ മേലൊരു നമ്മുടെ കണ്ണും കൺട്രോളുള്ളൂ നല്ലതാണ്. മിനി, ദേ ഈ പട്ടി ഇപ്പം മിനിയെ കടിച്ച അത് ആരുടെ തെറ്റാ? ചുമ്മാ പറ. ആധാരം തെറ്റല്ലല്ലോ, പട്ടിയുടെ സ്വഭാവമല്ലേ കടിക്കുക എന്നുള്ളത്. എന്നാ ഞാൻ പറയുന്നു അത് മിനിയുടെ തെറ്റാ. രാവിലെ എന്നിട്ട് പട്ടിയിരിക്കുന്ന സ്ഥലത്തൂടെ നടന്നിട്ടല്ലേ അത് കടിച്ചത്? ഇതെന്താ രാവിലെ ഒരു വാലും തലയില്ലാതെ? പറ, എന്തിനാ രാവിലെ എന്നിട്ട് നടക്കുന്നേ? എന്തിനാ പട്ടിയെ പ്രൊവോക്ക് ചെയ്യുന്നേ? വീട്ടിലിരുന്ന കടി കൊള്ളത്തില്ലല്ലോ. പട്ടിയെ പിടിച്ച് വീട്ടിലിരിക്കാൻ പറ്റുമോ? അപ്പൊ ഈ ചുറ്റും നടന്ന് വൃത്തിയോട് പറയുന്നവര് പേടിച്ച് അനുമോൾ എന്തിനാ അവളുടെ ഇഷ്ടവും സ്വാതന്ത്ര്യമൊക്കെ വേണ്ടാന്ന് വെക്കുന്നത്? അതങ്ങനല്ലല്ലോ. അങ്ങനെ തന്നെയല്ലേ മിനി, അവള് നിനക്ക് സ്വന്തം മോളെ പോലെയല്ലേ. അപ്പൊ അങ്ങനെയുള്ള മോളെ കുറിച്ച് ആരെങ്കിലും അനാവശ്യം പറഞ്ഞാ
ആ പറയുന്നവരല്ലേ നമ്മൾ ഉപദേശിക്കണ്ടേ? എല്ലാവരുടെയും വാ മൂടി കെട്ടാൻ പറ്റുമോ? അങ്ങനെ എല്ലാ പട്ടികളെയും കല്ലെറിഞ്ഞു ഓടിക്കാൻ പറ്റില്ല. മിനിയെ വീട്ടിലിരിക്കുന്നു ഞാൻ പറയത്തില്ല. പക്ഷെ മിനിയെ കടിക്കാൻ വരുന്ന പട്ടിയെ കല്ലെറിഞ്ഞോ ഒച്ചയിട്ടോ ഞാൻ ഓടിക്കും. അല്ലാതെ കടി കിട്ടി വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന മിനിയോട് വീട്ടിലിരിക്കുന്നത് ഞാൻ പറയത്തില്ല. അത് മിനി, ഇനി ഏതേലും പട്ടികള് നമ്മുടെ കുട്ടികളെ കുറിച്ച് ഇനി എന്തേലും അനാവശ്യം പറഞ്ഞാ നീ തന്നെ അവരെ മുഖത്ത് നോക്കി നല്ല രണ്ടെണ്ണം പറയണം. മോള് നിന്റെ മോളാണെന്നല്ല പറഞ്ഞേ, പറയൂ.